എല്ലാത്തിൻ്റെയും തുടക്കം ഒരു തയ്യൽ സൂചിയിൽ നിന്നായിരുന്നു. ഇന്ന് ലോകത്ത് തങ്ങളുടേതായ ഒരു കൾട്ട് ഫാൻ ബേസ് തന്നെയുള്ള റോയൽ എൻഫീൽഡ് എന്ന രാജകീയ മോട്ടോർ സൈക്കിൾ ആദ്യകാലത്ത് ഒരു തയ്യൽ സൂചി നിർമ്മിക്കുന്ന ഫാക്ടറി ആയിരുന്നു. ലോകമഹായുദ്ധങ്ങളിൽ പോലും നിർണായക പങ്കുവഹിച്ച ഒന്നായിരുന്നു റോയൽ എൻഫീൽഡ് എന്ന ക്രൂസർ ബൈക്ക്. പക്ഷെ ഇത്രയൊക്കെ പ്രൗഢിയുടെ കഥ പറയുമ്പോഴും ഒരു കാലത്ത് വാങ്ങാൻ ആളില്ലാതെ അടച്ചുപൂട്ടിയതാണ് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പിൽക്കാലത്ത് റോയൽ എൻഫീൽഡ് എടുത്ത ചില നിർണായക തീരുമാനങ്ങളില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന എൻഫീൽഡ് ഉണ്ടാകില്ലായിരുന്നു. ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ലോകത്ത് ഇന്നും പ്രൊഡക്ഷനുള്ള ഏറ്റവും പഴക്കം ചെന്ന മോട്ടോർ ബൈക്കാണ് റോയൽ എൻഫീൽഡ്. 1893 മോട്ടോറില്ലാത്ത ആദ്യ ബൈക്ക് നിർമ്മിക്കുന്നതിന് മുമ്പ് വരെ തയ്യൽ സൂചി നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി മാത്രമായിരുന്നു ഇംഗ്ലണ്ടിലെ റോയൽ ആംസ് ഫാക്ടറി. എൻഫീൽഡ് എന്ന പേരുള്ള പട്ടണത്തിൽ നിന്നും റോയൽ എന്ന പേരുള്ള കമ്പനിയിൽ പിറവിയെടുത്തതുകൊണ്ട് ആദ്യ ബൈക്കിന് റോയൽ എൻഫീൽഡ് എന്ന് പേര് വന്നു. തുടർന്ന് റോയൽ ആംസ് ഫാക്ടറി പലതരത്തിലുള്ള ഇന്നോവേഷൻസ് നടത്തി. എന്നാൽ ഇന്ന് കാണുന്ന എൻഫീൽഡുമായി ഏകദേശ രൂപസാദൃശ്യമുള്ള അന്ന് തൊട്ട് ഇന്ന് വരെ മാർക്കറ്റിൽ ഇറങ്ങിയ ബൈക്കുകൾക്കിടയിൽ ദ മാസ്റ്റർ പീസ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്ന ബുള്ളറ്റിന്റെ ഉദയത്തിനായി 1932 വരെ കാത്തിരിക്കേണ്ടി വന്നു. മെയ്ഡ് ലൈക്ക് എ ഗൺ ഗോസ് ലൈക്ക് എ ബുള്ളറ്റ് എന്നതിനോട് അക്ഷരാർത്ഥത്തിൽ നീതി പുലർത്തിയ തൊടുത്തുവിട്ട വെടിയുണ്ട തന്നെയായിരുന്നു ബുള്ളറ്റ്. 1939-45 കാലഘട്ടം ലോക രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെ പൂർണ്ണമായും മാറ്റിമറിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിലും ബുള്ളറ്റ് ഇടപെട്ടു. 125cc വരുന്ന 2 സ്ട്രോക്ക് മോഡൽ വെറും 60 കിലോഗ്രാം മാത്രം വരുന്ന കൊച്ചു ബുള്ളറ്റുകൾ എൻഫീൽഡ് ഇറക്കി. ലോകത്തിലെ തന്നെ ആദ്യ എയർ ഡ്രോപ്പ് ബൈക്കായിരുന്നു അത്. ഇന്നത്തെ ബുള്ളറ്റ് 350യുടെ 4/1 മാത്രം ഭാരം വരുന്ന ഈ കൊച്ചു ബുള്ളറ്റുകൾ യുദ്ധമുഖത്ത് കൈകാര്യം ചെയ്യാൻ എളുപ്പമായി. തുടർന്ന് 1949 കാലഘട്ടത്തിൽ ഇറങ്ങിയ 500 ടിൻസും വിപ്ലവകരമായ നിർമ്മിതിയായി. 1950-70 കാലഘട്ടത്തിൽ ഒന്നിനു പുറകെ ഒന്നായി എൻഫീൽഡ് പുതിയ മോഡലുകൾ ഇറക്കി. 700cc മീറ്റിയോ, 400 ടോംഹാക്ക്, ഇന്റർസെപ്റ്റർ. പക്ഷേ ഇവയെല്ലാം അമേരിക്കൻ മോഡൽ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് കുത്തനെയിടുന്നു. കൂടാതെ ഉപയോഗിക്കാൻ കൂടുതൽ അനായാസമായ ജാപ്പനീസ് വണ്ടികളായ ഹോണ്ട, യമഹ തുടങ്ങിയ വണ്ടികൾ ആളുകൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എൻഫീൽഡിനെ അത് സാരമായി തന്നെ ബാധിച്ചു. ഒരു യുഗത്തിന്റെ അവസാനത്തിലേക്കാണ് അത് നയിച്ചത്. 1967 എൻഫീൽഡ് ഇന്റർനാഷണൽ തിരശ്ശീലയിട്ടു. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? അല്ല, ഇവിടെ ഇന്ത്യയിൽ ഒരിറ്റു ശ്വാസം ബാക്കി വെച്ചായിരുന്നു എൻഫീൽഡ് പോയത്. ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചൊരു ഓർഡർ ആയിരുന്നു അത്. 1952 ഇന്ത്യൻ ആർമിയിൽ നിന്നും 800 350 ബുള്ളറ്റ് നിർമ്മിക്കുന്നതിന്റെ ഓർഡർ ലഭിച്ചിരുന്നു. എന്നാൽ അത് ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യണമെന്നായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. അങ്ങനെ 1955 മദ്രാസ് മോട്ടോഴ്സിന്റെ സഹായത്തോടെ എൻഫീൽഡ് ഇന്ത്യ സ്ഥാപിതമായി. പിന്നീട് ഇന്ത്യൻ മാർക്കറ്റിൽ പിച്ച് ചെയ്യാനായി എൻഫീൽഡ് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 64 ഇറങ്ങിയ ഐക്കോണിക് GT കഫേ റേസർ എല്ലാം ചെറിയ താരങ്ങളായി. എന്നാൽ ഇന്ത്യൻ ജനതയ്ക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത എന്തോ ഒന്നായി റോയൽ എൻഫീൽഡ് നിലനിന്നു. 1993 മുമ്പ് വരെ കണ്ടാൽ എൻഫീൽഡ് ആണെന്ന് പോലും തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള ബൈക്കുകൾ മാർക്കറ്റിലിറങ്ങി. അക്കൂട്ടത്തിൽ ലോകത്തിലെ ഏക ഡീസൽ ബൈക്കായ ടോറസും ഉണ്ടായിരുന്നു. പൊല്യൂഷൻ നിയമങ്ങൾ കാരണം അതും നിർത്തേണ്ടി വന്നു. എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ലാത്ത കാലഘട്ടമായിരുന്നു അത്. 1993 വിക്രം ലാലിന്റെ ഏഷ്യർ ഗ്രൂപ്പ് എൻഫീൽഡ് ഇന്ത്യയെ ഏറ്റെടുത്തു. പക്ഷേ ജാപ്പനീസ് വണ്ടികളുമായി കടപിടിക്കാൻ വീണ്ടും എൻഫീൽഡിന് സാധിക്കാതെ വന്നു. യമഹയുടെ RX100ഉം RD 350യും സുസുക്കിയുടെ ഷോഗോണും CD100ഉം എല്ലാം മാർക്കറ്റ് ഭരിച്ചിരുന്ന കാലമായിരുന്നു അത്. 2000 ആയപ്പോഴേക്കും ഏഷ്യർ ഗ്രൂപ്പിനും റോയൽ എൻഫീൽഡിനെ രക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. പലയിടങ്ങളിലും ഷോറൂമുകൾ അടച്ചുപൂട്ടി തുടങ്ങി. പൂർണ്ണമായും കടത്തിണ്ണയിലേക്ക് വീഴാനൊരുങ്ങിയ എൻഫീൽഡിനെ പിടിച്ചു കയറ്റാൻ ഒരാളുണ്ടായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം ദ റിവൈവൽ ഓഫ് എൻഫീൽഡിനെ പുനർജനിപ്പിച്ചവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. സിദ്ധാർത്ഥ് ലാൽ, ഏഷ്യർ ഗ്രൂപ്പ് MD വിക്രം ലാലിന്റെ മകൻ. സിദ്ധാർത്ഥിന് റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് കൃത്യമായ ധാരണകളുണ്ടായിരുന്നു. CEO ആയി ചാർജ് എടുത്ത ഉടനെ തന്നെ സിദ്ധാർത്ഥ് ഏഷ്യർ ഗ്രൂപ്പിന്റെ 15 കമ്പനികളിൽ 13 ഷട്ട് ഡൗൺ ചെയ്തു. ട്രക്കും ബൈക്കുമായി ഏഷ്യർ ഗ്രൂപ്പ്, ഏഷ്യർ മോട്ടോഴ്സായി. യുവാക്കൾ ബുള്ളറ്റ് ചൂസ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പരിഹരിച്ചു. മറ്റ് ബൈക്കുകളെ പോലെ ഗിയർ സിസ്റ്റം റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് മാറ്റി. തുടർന്ന് എംപ്ലോയീസിനെല്ലാം ക്യാബിന് പകരം ഫ്രീ ആയി ബുള്ളറ്റ് കൊടുത്തു. പക്ഷേ ഇതൊന്നും ഇന്ത്യൻസിന്റെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പാകത്തിനുള്ളതായിരുന്നില്ല. ഏതൊരു ബ്രാൻഡിനെയും ബ്രാൻഡാക്കി മാറ്റുന്നത് ഇമോഷണൽ കണക്ഷനാണ്. ആ ഇമോഷൻ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് സിദ്ധാർത്ഥിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഇന്ത്യൻ ആർമി. അതിർത്തി കാക്കുന്ന പട്ടാളക്കാരോട് രാജ്യത്തെ ഓരോ കുഞ്ഞിനും ആരാധനയാണ്. ആ ഒരു പോയിന്റാണ് സിദ്ധാർത്ഥിനെ ഇന്ത്യൻ ആർമിയിലെ ഓരോ വ്യക്തിക്കും ഫ്രീ ആയി ബുള്ളറ്റ് നൽകുന്നതിലേക്ക് നയിച്ചത്. ആർമിയുടെ ഒഫീഷ്യൽ പെട്രോളിംഗ് ബൈക്കായി എൻഫീൽഡ് മാറി. പിന്നീട് RX100 CBRോ ബുള്ളറ്റിന്റെ കോമ്പറ്റീറ്റർ ആയില്ല.
റോയൽ എൻഫീൽഡിന് തങ്ങളുടേതായ ഒരു ആരാധനാ വൃത്തം തന്നെ ഇന്ത്യയിൽ ഉദയം കൊണ്ടു. സിനിമയിലെ മുഖ്യ നായക കഥാപാത്രമായി എൻഫീൽഡ് മാറി. 2001 ഇറങ്ങിയ എലക്ട്ര, 2002 ഇറങ്ങിയ തണ്ടർബേർഡ്, 2008 ഇറങ്ങിയ റെട്രോ മോഡൽ ക്ലാസിക് 350ക്കായി ജനങ്ങൾ ക്യൂ നിന്നു. ബുക്ക് ചെയ്താലും 8-9 മാസം തുടങ്ങി ഒരു വർഷത്തെ കാലതാമസം പോലും പ്രശ്നമാകാതെ ആളുകൾ തങ്ങളുടെ ഇഷ്ട ബൈക്കിനായി കാത്തിരുന്നു. 2016 ഇറങ്ങിയ ഹിമാലയൻ ഓഫ് റോഡ് കിങ് ആയി മാറി. 2018 ഇറങ്ങിയ 650 ട്വിൻസായ കോണ്ടിനെന്റൽ GTയും ഇന്റർസെപ്റ്ററും ഇന്റർനാഷണൽ മാർക്കറ്റിൽ റോയൽ എൻഫീൽഡിന്റെ സ്ഥാനം ഊട്ടിയുറപ്പിച്ചു. കോമ്പറ്റീറ്റേഴ്സ് കാരണം ഒരു കാലത്ത് ഇല്ലാതായി. മടങ്ങി വന്ന് സ്വന്തമായി ഒരു സെഗ്മെന്റ് തന്നെ ഉണ്ടാക്കിയെടുത്ത് അവിടെ ഇന്നും രാജാവായി വാഴ്ന്നുകൊണ്ടിരിക്കുകയാണ് റോയൽ എൻഫീൽഡ്.